ഹലോ ഫ്രം വാട്സാപ്പ്. ഫ്രമിൻ്റെ സീസൺ 2 കണ്ടോ? എങ്കിൽ പോലെ നമുക്ക് ബാക്കി കൂടെ അറിയാം. മകൾ ജൂലിയുടെ അവസ്ഥ കണ്ട് സഹിക്കവയ്യാതെ തബീത്ത തീരുമാനിച്ചു. ഇതിനെല്ലാം അറുതി വരുത്താൻ ഏക വഴി തൻ്റെ മുന്നിൽ സ്വപ്നത്തിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈറ്റ് ഹൗസ് ആണെന്ന്. അങ്ങനെ ഭർത്താവ് ജിമ്മിനോട് സംസാരിച്ച് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി നിർബന്ധത്തിന് വഴങ്ങി പോകാൻ വിട്ടപ്പോൾ ടാബി വിക്ടറെ സഹായത്തിന് കൂട്ടി അങ്ങനെ ഫാറവേ ട്രീക്കടുത്തേക്ക് എത്തി. അവൻ തൻ്റെ പൊന്നയെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ലഞ്ച് ബോക്സ് അത് അവൾക്ക് നൽകി മരത്തിൻ്റെ മാളത്തിലേക്ക് കയറ്റിയപ്പോൾ ചെന്നെത്തിയത് ആ ലൈറ്റ് ഹൗസിലായിരുന്നില്ലേ. അതിൻ്റെ മുകളിൽ നിന്ന് ബോയ് ഇൻ വൈറ്റ് അവളെ തള്ളിയിട്ടപ്പോൾ സംഭവിച്ചത് ടൗണിൽ നിന്നും പുറത്തേക്ക് എത്തപ്പെട്ടു. ഏതോ കാട്ടിൽ ബോധരഹിതയായി കിടക്കുന്നത് ചില സഞ്ചാരികൾ കണ്ടെത്തിയതെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പിന്നീട് കണ്ണുറന്ന താബി ഞെട്ടിപ്പോയി. അവൾ ആ മരണക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ അതൊരു സ്വപ്നമായിരുന്നില്ല, പുറം ലോകം തന്നെയായിരുന്നു. അവിടുണ്ടായിരുന്ന സ്റ്റാഫ് അവളോട് പറഞ്ഞു 3 പകലും 3 രാത്രിയും ബോധമില്ലാതെ കിടക്കുകയായിരുന്നുവെന്ന്. കൈവശം തിരിച്ചറിയ രേഖകളൊന്നും ഇല്ലാത്തതിനാൽ ടാബിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞതോ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ പോലീസിൻ്റെ ഇടപെടൽ ടാബി ആഗ്രഹിച്ചില്ല. കാരണം അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം കേട്ടാൽ മെൻ്റലാണെന്ന് പറഞ്ഞ് സൈക്യാട്രി ഹോസ്പിറ്റലിൽ ആക്കത്തേയുള്ളൂ. അങ്ങനെ നേഴ്സ് മുറിയിൽ നിന്നും പുറത്തുപോയ ഉടൻ തന്നെ ടാബി തൻ്റെ വസ്ത്രം മാറി രഹസ്യമായി ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തെരുവിലൂടെ ലക്ഷ്യമില്ലാതെ അലയുമ്പോൾ റോഡിനപ്പുറത്ത് വീണ്ടും ആ ബോയ് ഇൻ വൈറ്റ് തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന ടാബി കണ്ടു. അവൾ വേഗത്തിൽ റോഡ് മുറിച്ച് കടന്ന് അങ്ങോട്ട് ചെന്നെങ്കിലും അപ്പോഴേക്കും ആ കുട്ടി അപ്രത്യക്ഷനായിരുന്നു. ഇതോടെ വീണ്ടും സംശയമായി, താൻ ശരിക്കും രക്ഷപ്പെട്ടതാണോ അതോ എല്ലാം തോന്നലാണോ എന്ന്. അതേസമയം ആ രാക്ഷസ ടൗണിൽ ജൂലിയും ഈതനും തങ്ങളുടെ അമ്മ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി എന്ന വാർത്ത കേട്ട് ആകെ തകർന്നുപോയി. ടാബിയെ തടയാതെ പോകാൻ അനുവദിച്ചതിന് അവർ ജിമ്മിനെ കുറ്റപ്പെടുത്തി. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയ ജിം ഭാര്യയെ തേടി കണ്ടെത്താൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ബോയ്ഡ് അയാളെ തടയാൻ ശ്രമിച്ചു. കാരണം ഒരിക്കലും അങ്ങനെ പോയി മരിക്കേണ്ടിയിരുന്ന സാഹചര്യം പലതവണ ഉണ്ടായി തിരിച്ചു വന്ന ആളല്ലേ ബോയ്ഡ്. മുൻപ് സാറേമൊത്ത് നടത്തിയ യാത്രയെക്കുറിച്ചും അവിടെ കണ്ട ചിലന്തി വലകൾ നിറഞ്ഞ മരം, കണ്ട ലൈറ്റ് ഹൗസ്, വിളക്കുമാടത്തെക്കുറിച്ചും അവൻ വിവരിച്ചു. ആ ലൈറ്റ് ഹൗസ് ദൂരെ നിന്ന് കാണാമെങ്കിലും അതിനടുത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് ബോയ്ഡ് മുന്നറിയിപ്പ് നൽകി. എങ്കിലും ജിം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇതെല്ലാം കണ്ടു നിന്ന കെന്നി ജിമ്മിനൊപ്പം പോകാൻ തീരുമാനിച്ചു. 2 കുട്ടികൾക്കും ഒരേ സമയം അച്ഛനും അമ്മയെ നഷ്ടപ്പെടരുത് എന്ന കരുതൽ കെന്നിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് ജനൽ ചില്ലകൾ തകർന്ന ശബ്ദം കേട്ടത്. അവർ ചെന്ന് നോക്കുമ്പോൾ ജെയ്ഡ് ഭ്രാന്ത് പിടിച്ച പോലെ നിലത്ത് കിടക്കുകയായിരുന്നു. അവൻ ചുറ്റും കുറേ ഷർട്ടുകൾ കൊണ്ട് ഒരു വിചിത്രമായ സിമ്പൽ ഉണ്ടാക്കിയിരിക്കുന്നു. മുമ്പ് ടണലിൽ കയറിയതിലൂടെ വിഷയമുണ്ടായി ആ സിമ്പൽ ഒരു വാതിലാണെന്ന് കണ്ട് ഞെട്ടിത്തകർന്നെന്ന ജെയ്ഡിനെ നമ്മൾ കണ്ടിരുന്നു. ഗുഹയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ജെയ്ഡ് ആകെ മാറിപ്പോയിരുന്നു. അവൻ എപ്പോഴും ആ സിമ്പലിനെക്കുറിച്ച് സ്വയം പുറത്തുകൊണ്ടിരുന്നു. ഒന്നാമതേ കഞ്ചാവ് മയക്കുമരുന്ന് അടിച്ചു കയറ്റിക്കൊണ്ടിരുന്ന ആളാണ്. ഇതുകൊണ്ട് ബോയിനും കെന്നിയും റിസ്ക് എടുക്കാൻ നിൽക്കാതെ ജെയ്ഡിനെ ക്ലിനിക്കിലേക്ക് എത്തിച്ചു. കോളനി ഹൗസിലേക്ക് നോക്കിയാൽ ഫാത്തിമ പ്രഗ്നൻ്റ് ആയത് നമ്മൾ അറിഞ്ഞിരുന്നില്ലേ. ഡോക്ടർമാർ വിധി എഴുതിയതിനെ തെറ്റിച്ച് അവൾക്ക് ഗർഭമുണ്ടായപ്പോൾ മുതൽ വല്ലാത്ത അസ്വസ്ഥതയിലാണ് ഫാത്തിമ. ഈയിടെ അവൾക്കൊരു സുഖവുമില്ല. ഇടയ്ക്കിടെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മോർണിംഗ് സിക്നസ് ആയിരിക്കുമെന്നും അല്ലെങ്കിൽ ഗർഭകാലത്തെ സാധാരണ അസ്വസ്ഥതകളാണെന്നും കരുതി അവളത് കാര്യമാക്കിയില്ല. നമ്മൾ വീണ്ടും ടാബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ താൻ രക്ഷയുടെ സത്യമാണെന്നറിയാൻ ടൗണിലൂടെ നടക്കുമ്പോൾ അവളൊരാളുടെ ഫോൺ വാങ്ങി തൻ്റെ അമ്മയെ വിളിച്ചു. അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ടാബിക്ക് വിശ്വാസമായി താൻ റിയൽ വേൾഡിൽ തന്നെയാണെന്ന്. ഒപ്പം ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. മാസങ്ങളായി ടാബിയെയും കുടുംബത്തെയും കാണാനില്ലാത്തത് മൂലം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉമ്മ പറഞ്ഞു. തൻ്റെ കുടുംബം ഇപ്പോഴും ആ ടൗണിൽ കൂടിയും കിടക്കുകയാണെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് സമാനമായിരിക്കാൻ കഴിയുമോ? എങ്ങനെയും ആദ്യമേ അവരെ രക്ഷിക്കാൻ തിരികെ പോകാനുള്ള വഴി കണ്ടെത്തണമെന്ന് അവൾ ഉറപ്പിച്ചു. ഇന്നേരം ഹസ്ബൻഡായ ജിമ്മ് കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ കൂടെ പോകാൻ നിൽക്കുന്ന കെന്നി എല്ലാം സെറ്റായി ഡൈനറിലുള്ള തൻ്റെ അമ്മ ലിയോനടുത്തേക്ക് വന്ന് യാത്ര പറഞ്ഞ് മടങ്ങി. എന്നാൽ പാവം കെന്നി അറിഞ്ഞിരുന്നില്ല അതവൻ അമ്മയെ നേരിൽ കാണുന്ന അവസാന നിമിഷമായിരിക്കുമെന്ന്. അന്നുണ്ടായ കൊടുങ്കാറ്റിനും പേമാരിക്കും ശേഷം ടൗണിൻ്റെ കാലാവസ്ഥയും സാഹചര്യങ്ങളും മാറി മറിഞ്ഞു. കൃഷിയെല്ലാം നശിക്കുകയും ഡാമേജ് ആവുകയും ചെയ്തു. അതുമൂലം കടുത്ത ഭക്ഷണക്ഷാമം ഉണ്ടാവാൻ തുടങ്ങി. അന്നമല്ലേ, ഇതറിഞ്ഞ ജനങ്ങൾ വെറുതെ ഇരിക്കുമോ? അവർ തത്രപ്പെട്ട് ലിയോൻ്റെ വീട്ടിലേക്ക് എത്തി. ഡൈനറിലേക്കുള്ള സപ്ലൈ സൂക്ഷിച്ചിരുന്ന അവരുടെ ഗോഡൗണിലേക്ക് അതിക്രമിച്ച് കയറി ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. റാണ്ടലാകട്ടെ ഇതിലും പ്രശ്നം. അവൻ പത്തായപ്പുരയിൽ നിന്ന് ഒരാടിനെ പിടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് കൊന്നു തിന്നാൻ. എന്നാൽ ഈതനും വിക്ടറും ഇത് കണ്ട് തടഞ്ഞെങ്കിലും അവൻ്റെ മറുടെ സ്വഭാവത്തിന് മുന്നിൽ വിക്ടറിന് തോക്കെടുക്കേണ്ടി വന്നു. വിക്ടർ കുട്ടിക്കാലം തൊട്ടേ കൊണ്ടു നടക്കുന്നതാണ് ഈ തോക്ക്. ഇതിന് മുന്നേ തോക്കെടുക്കുന്ന സംഭവം നടന്നത് ജിമ്മിൻ്റെ നേർക്കായിരുന്നു. അന്ന് ഇതിന് ആരും കാണാതെ കാട്ടിൽ കൊണ്ടുപോയി ഫാറവേട്ടയെ കാട്ടിയ സമയമില്ലേ. ജിം ഇത് കണ്ട് നല്ല കട്ടയ്ക്ക് ചൂടായി. വിക്ടർ അങ്ങ് പേടിച്ചും പോയി. അങ്ങനെ തോക്കെടുത്ത് ചൂണ്ടിയതായിരുന്നു. അന്നേ ജിം ബോയ്ഡിനോട് പറഞ്ഞിരുന്നു വിക്ടറിൻ്റെ കയ്യിലൊരു തോക്കുള്ള കാര്യം. ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു സംഭവം നടന്നതോടെ ബോയ്ഡ് അവിടേക്ക് എത്തി ഇതിലിടപെട്ട് സ്ഥിതി ശാന്തമാക്കി തോക്ക് തഞ്ചത്തിൽ മേടിച്ചെടുത്തു. മൃഗങ്ങളെ കൊന്നാൽ പാലോ മുട്ടയോ കിട്ടില്ലെന്നും അത് കൂടുതൽ പട്ടിണിയിലേക്ക് നയിക്കുമെന്നും ബോയ്ഡ് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. താബിതയാകട്ടെ ഒരു പള്ളിയിൽ പോയി തൻ്റെ പ്രശ്നങ്ങൾ അവിടുത്തെ അച്ഛനോട് സംസാരിക്കുമ്പോൾ വിക്ടർ തനിക്ക് നൽകിയ ആ പെട്ടിയെക്കുറിച്ച് ഓർത്തു. അതിൽ കുറേ അവൻ്റെ കൊച്ചു കൊച്ചു സാധനങ്ങളായിരുന്നു. എന്നാൽ ആ പെട്ടിയുടെ അടിയിൽ ഒരു വിലാസം എഴുതിയിരിക്കുന്നതായി അവൾ കണ്ടു. അത് വിക്ടറിൻ്റെ പഴയ വീടിൻ്റെ വിലാസമായിരുന്നു. ടാബി ഉടൻ തന്നെ ആ ഡ്രസ്സ് തേടി കണ്ടുപിടിച്ച് അവിടേക്ക് ചെന്നൊരു വൃദ്ധനെ കണ്ടുമുട്ടി. അത് വിക്ടറിൻ്റെ അച്ഛനായിരുന്നു.
തൻ്റെ മകൻ്റെ പെട്ടി തബീതയുടെ കയ്യിലിരിക്കുന്ന കണ്ട് ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. മറുഭാഗത്ത് എൽജിൻ ബാത്റൂമിൽ ഒരു വിചിത്രമായ സ്ത്രീയുടെ പ്രേതത്തെ കണ്ടതേ തുടർന്ന് ഭയന്നു വന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിയാൽ ആ സ്ത്രീ വീണ്ടും വരുമെന്ന് അവൻ പേടിച്ച് കോളനി ഹൗസിലെ ഒരു പാവം വൃദ്ധയായ ടില്ലിയുമായി സംസാരിച്ചിരിക്കെ ഉടനെ ആ പ്രേതത്തെ വീണ്ടും കണ്ടു. ജപ്പാൻകാർ ധരിക്കുന്ന ഒരുതരം വസ്ത്രമില്ലേ, കിമോണോ, ആ കിമോണോ വസ്ത്രം ധരിച്ച രൂപത്തിലായിരുന്നു ആ പ്രേതം വന്ന് എൽജിനെ പിടിച്ചത്. പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അതൊരു സ്വപ്നമാണെന്ന് തോന്നി. പക്ഷേ ആവർത്തിച്ചെങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എൽജിൻ ഭയപ്പെട്ടു. താബീത്തയെ തേടി ഇറങ്ങിയ ജിമ്മും കെന്നിയും കാട്ടിലൂടെ നടക്കുമ്പോൾ മനുഷ്യരൂപങ്ങൾ കുത്തിയ ചില തടി കഷ്ണങ്ങൾ കണ്ടെത്തി, ഒരുതരം കോലം പോലെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ കുടിലുകളും കണ്ടു. അപ്പോൾ ഇതൊരു കൊച്ചു ജനവാസ മേഖലയായിരുന്നെന്നും മോൺസ്റ്റേഴ്സിനെ ഭയന്ന് കഴിഞ്ഞവരാണെന്നും മനസ്സിലാക്കി രാത്രിയിൽ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സ്ഥലം സുരക്ഷിതമാണെന്ന് കരുതി അവർ അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ജിമ്മിൻ്റെ അകലത്തെ മൊത്തവും അയാളുടെ കുട്ടികളെ ആലോചിച്ചായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ ലിയോൻ്റെ വീട്ടിലാണ് താമസം. എന്നാൽ ജിം അറിയാതെ ടൗണിൽ ഒരു കാര്യം നടന്നു. രാത്രിയിൽ വരെയുള്ള മോൺസ്റ്റേഴ്സ് മുമ്പെങ്ങുമില്ലാത്ത വിധം അക്രമാസക്തരായി. അവർ തൊഴുത്തിൻ്റെ വാതിൽ തുറന്ന് മൃഗങ്ങളെ തുറന്നുവിടാൻ തുടങ്ങി. മൃഗങ്ങൾ ചിതറി ഓടാൻ തുടങ്ങിയപ്പോൾ ഇത് കണ്ട് ബോയ്ഡും ജെയ്ഡും അവയെ തടയാൻ ഓടിയിറങ്ങി. പിന്നാലെ കെന്നിയുടെ അമ്മ ലിയോയും വിക്ടറും അവരെ സഹായിക്കാൻ ചെന്നു. ഈ സമയത്ത് ജൂലിയും ഈതനും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഈതിന് പ്രിയപ്പെട്ട ഒരാടുണ്ട്. അൽമ എന്ന് വിളിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഈ ആട് പുറത്തു നിൽക്കുന്ന കണ്ട് ഈതൻ വാതിൽ തുറന്നു. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു മോൺസ്റ്റർ കാത്തിരിപ്പുണ്ടായിരുന്നു. സീരീസിൽ നമ്മളെ ആദ്യം പിടിപ്പിച്ച അമ്മാമ്മ മോൺസ്റ്റർ. ജൂലി ഇതിനെ കൂട്ടി ഓടി പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് എങ്ങനെയെന്നോ അവിടേക്ക് എത്തിയ സാറ അവരെ പൊന്തക്കാട്ടിലേക്ക് ഒളിപ്പിച്ചു. മോൺസ്റ്റർ അവരെ കാണുന്നതോടെ നിരാശ കൊണ്ട് അലറിയപ്പോൾ മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഈ സമയത്താണ് മോർഡൻ റാൻഡൽ എഴുന്നേറ്റ് പുറത്ത് നടക്കുന്നതൊക്കെ കാണുന്നത്. പൊന്തക്കാടിനടുത്തേക്ക് രാക്ഷസന്മാർ നീങ്ങുന്നത് കണ്ട് അവനെന്ത് ചെയ്തു, ബസ്സിലെ ലൈറ്റുകൾ തെളിച്ച് രാക്ഷസന്മാരുടെ ശ്രദ്ധ തിരിച്ചു. ആ തക്കത്തിന് സാറയും കുട്ടികളും ബസ്സിലേക്ക് ഓടിക്കയറി. പുറത്ത് ബോയ്ഡ് എല്ലാവരോടും ഇനി സമയം കളയാതെ വീട്ടിലേക്ക് കയറാൻ അറിയിച്ച് പശുവിനെ ആടിനെയൊക്കെ തൊഴുത്തിലേക്ക് കയറ്റാൻ തുടങ്ങി. നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ലിയോയും ചെന്ന് സഹായിച്ചങ്ങനെ അവർ പത്തായപ്പുറയിൽ കയറി കഥ അടച്ച് ടാലിസ്മാൻ തൂക്കി സേഫാണെന്ന് കരുതി. എന്നാൽ സംഭവിച്ചതോ, അവിടെ വേറെ മോൺസ്റ്റേഴ്സ് കാത്തിരിപ്പുണ്ടായിരുന്നു. ടാലിസ്മാൻ അവരെ ഉള്ളിലേക്ക് കിടക്കാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ഉള്ളിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? അവർ ചെയ്തത് എന്തെന്നോ, ബോയ്ഡിനെ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് ആ പാവം കെന്നിയുടെ അമ്മയെ ആളുടെ മുന്നിൽ വെച്ച് തന്നെ വലിച്ചു കയറി അതിദാരുണമായി കൊന്നു. നീ ഇതെല്ലാം കാണാം എന്ന തീരുമാനമായിരുന്നു മോൺസ്റ്റേഴ്സിന്. കാരണം സേറയുമായുള്ള യാത്രക്കിടയിൽ ആബി ജീവനോടെ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ടൗണിനോടെന്ന പോലെ ബോയ്ഡ് ആക്രോശിച്ചിരുന്നു. ഇങ്ങനെ ഓരോന്ന് കാട്ടി തന്നെ മാനസികമായി തർക്കാൻ ശ്രമിച്ചാൽ നടക്കാൻ പോണിലിടാൻ നാശങ്ങളെ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അയാളെ പിടിച്ചു വെച്ച് ലിയോനെ അയാളുടെ കൺമുന്നിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ അത് മോൺസ്റ്റേഴ്സ് അവനെ പരിഹസിക്കുന്നതാണ്. നീ തകരില്ലെന്നല്ലേ പറഞ്ഞത് ബോയ്ഡ്, എന്നാൽ നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. അടുത്ത ദിവസം രാവിലെ തന്നെ ജെയ്ഡ് തൊഴുത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് അതിഭീകര കാഴ്ചയായിരുന്നു. കെന്നിയുടെ അമ്മയുടെ ആന്തരിക അവയവങ്ങളെല്ലാം രാക്ഷസന്മാർ കീറി പുറത്തിട്ടിരുന്നു. ബോയ്ഡിനെ മാത്രം ഒന്നും ചെയ്ത് വെറുതെ വിട്ടത് അവനിൽ ആശ്ചര്യമുണ്ടാക്കി. മാനസിക നില തെറ്റിയ പോലെ പിറുവിറുത്തിരുന്ന ബോയ്ഡിനെ ജെയ്ഡ് വന്ന് റിലീസാക്കിയതും നേരെയോടി ലിയോനെ പോയി കെട്ടിപ്പിടിച്ചു. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരമ്മയുടെ സ്ഥാനത്ത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ട കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഒട്ടും മോശമായി സംസാരിക്കാത്ത പാവത്തെയാണ് ബോയ്ഡിനെ നിസ്സഹായനാക്കി നിർത്തി അവരുടെ കരച്ചിലും നിലവിളിയും കേൾപ്പിച്ച് വേദന കൊണ്ട് പിടയുന്നത് നോക്കി നിർത്തിയും കൊലപ്പെടുത്തിയത്. ബോയ്ഡ് ലിയോനെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുപോയി. ലിയോൻ്റെ മരണം ടൗണിനെ ആകെ പിടിച്ചുലച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് രാക്ഷസന്മാർ ബോയ്ഡിനെ കൊല്ലാതെ വിട്ടെന്ന് ജെയ്ഡിന് മനസ്സിലായില്ല. ആ ബോഡിയുമായി ബോയ്ഡ് പോയത് ചാപ്പലിലേക്കായിരുന്നു. മോൺസ്റ്റേഴ്സിൻ്റെയും ആ ടൗണിൻ്റെയും മാറ്റങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഇവർ രക്ഷാമാർഗം കണ്ടെത്താൻ തുടങ്ങിയതോടെയാണ്. ജിം റേഡിയോ സിഗ്നൽ കിട്ടാൻ പ്രതീക്ഷിച്ചു. ബോയ്ഡ് ആ ലൈറ്റ് ഹൗസിന് അടുത്തുവരെ എത്തി. താബി അത് താണ്ടി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വില അവിടെയുള്ളവരുടെ സ്വൈര്യവും സമാധാനവും അന്നവും. കേട്ടിട്ടില്ലേ, നോളജ് കംസ് അറ്റ് എ കോസ്റ്റ്. കാട്ടിൽ ആ രാത്രി കുടിലിന് മുകളിൽ ആരോ ചവിട്ടി നടക്കുന്നുള്ള ശബ്ദം ഭയപ്പെടുത്തിയെങ്കിലും സേഫായി നേരം വിളിപ്പിച്ച ജിമ്മും കെന്നിയും പുഴയരികിൽ നിന്ന് കുറച്ച് പുതിയ പച്ചക്കറികൾ കണ്ടെത്തി. ഇത് നഗരത്തിലെ ഭക്ഷണക്ഷാമത്തിന് ഒരു പരിഹാരമാകുമെന്ന് കരുതി അവർ സന്തോഷത്തോടെ യാത്ര മതിയാക്കി തിരിച്ചെത്തി. എന്നാൽ നാട്ടിലെത്തിയ കെന്നി ആ മഞ്ഞുവീഴ്ചയിൽ നിൽക്കുക അറിഞ്ഞത് തൻ്റെ അമ്മയുടെ മരണവാർത്തയാണ്. തകർന്നുപോയ കെന്നി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരെയും അകറ്റി ക്രിസ്റ്റി ഉൾപ്പെടെ. താൻ പോകാൻ പാടില്ലായിരുന്നെന്ന കുറ്റബോധത്തിൽ അവൻ ലീവിൻ്റെ സ്ഥിരം സാന്നിധ്യമായ ഡൈനറിൽ പോയിരുന്നു. മനസ്സ് പിടിഞ്ഞപ്പോൾ നാശം പിടിക്കാനായിട്ട് ആ ജൂക്ക് ബോക്സ് ഓട്ടോമാറ്റിക്കായി പാടി തുടങ്ങി. അതും അവൻ ഇഷ്ടമുള്ളൊരു പാട്ട്, പ്രൊവോക്ക് ചെയ്യാനെന്ന പോലെ. കെന്നി ദേഷ്യത്തോടെ അത് തറയിലേക്ക് ഒരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ലിയോൻ്റെ മരണത്തിന് ഉത്തരവാദി ബോയ്ഡ് സ്റ്റീവൻസ് ആണെന്ന് ഡോണ കുറ്റപ്പെടുത്തി. കുറച്ച് നാൽക്കാലുകൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ ത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ സങ്കടം പ്രകടിപ്പിച്ചത്. പോയാൽ പോട്ടെ, മനുഷ്യരല്ലേ പ്രധാനം എന്നാണ് ഡോണ ചൂണ്ടിക്കാട്ടിയത്. ഇതിനിടയിൽ ഫാത്തിമയ്ക്ക് വയറുവേദനയും ശാരീരിക മാറ്റങ്ങളും അനുഭവപ്പെട്ടു. അവൾക്ക് 3-4 ദിവസമായി ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. ഛർദ്ദിക്കുന്നതിനിടെ അവിടെ പല്ല് നളകി വന്നോടെ പേടിച്ചിട്ട് എല്ലീസുമായി ക്ലിനിക്കിലേക്ക് പോയി. അവിടെ മരിയൽ അവളെ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ലെന്നും
ഇതാദ്യമേ ഗർഭം ധരിച്ചതിൻ്റെ പരിഭ്രമമാണെന്നൊക്കെ പറഞ്ഞത് എല്ലിസിന് റിലീഫ് ഉണ്ടാക്കിയെങ്കിലും ഫാത്തിമയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. തിരിച്ചെത്തിയ അവൾ അവിടെ ഡാമേജായ ചീഞ്ഞടിക്ക പച്ചക്കറികൾ കണ്ട് എന്തോ കൊതി തോന്നി അത് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ലിയോയുടെ ശരീരത്തെ പരമാവധി തുടച്ച് വൃത്തിയാക്കി ക്രിസ്റ്റി കുഴപ്പമൊന്നും തോന്നിക്കാത്ത രീതിയിലാക്കുകയും സേറ പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചതിനും ശേഷം കെന്നി വന്നൊന്ന് കണ്ടു. അവൻ്റെ ചങ്ക് തകർന്നുപോയി പാവം. ചാപ്പൽ വെച്ച് ലിയോൻ്റെ ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ നടത്തി എല്ലാവരും അതിൽ പങ്കുചേർന്നപ്പോൾ ബോയ്ഡിന് ഇനി ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഉണ്ടാകുന്ന അമർഷമാണ്. ഇവറ്റകളെ പേടിച്ചിരുന്നത് മതി, ചില പ്ലാനുകളുണ്ട്. അത് എല്ലിസിനോട് പറയുമ്പോൾ എങ്ങനെയും ഒരു മോൺസ്റ്ററെ ജീവനോടെ പിടികൂടണമെന്നത്. അതെന്ത് സാധനമാണെന്ന് അറിയണം. ഹെൻറി, അതാണ് വിക്ടറിൻ്റെ അച്ഛൻ്റെ പേര്. ടാബി എഴുന്നേൽക്കുമ്പോൾ അവൾ അയാളുടെ വീടിനുള്ളിലെ സോഫയിലാണ്. വീട്ടിൽ വന്ന സമയത്ത് അവൾ അവശതയിൽ ബോധം കെട്ടുപോയിരുന്നു. വിക്ടർ ജീവിച്ചിരിപ്പുണ്ടെന്നും മോൺസ്റ്ററുകൾ വരെയുള്ള ടൗണിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഹെൻറി അങ്ങേയറ്റം അവിശ്വാസത്തോടെയാണ് അവളെ നോക്കിയത്. തൻ്റെ മകനും ഭാര്യയും വർഷങ്ങൾക്ക് മുമ്പ് കാണാതായെന്നും അവർ മരിച്ചുവെന്നാണ് താൻ കരുതിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ടാബി ആ നഗരത്തിലെ ഓരോ കാര്യങ്ങളും വിളക്കുമാടത്തെക്കുറിച്ചും അവിടുത്തെ കുട്ടികളെക്കുറിച്ചും വിവരിച്ചപ്പോൾ ആ വൃദ്ധൻ്റെ ഭാവം മാറി. തൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചില ശബ്ദങ്ങൾ മനസ്സിൽ കേട്ടിരുന്നുവെന്നും ലൈറ്റ് ഹൗസിൽ കുടുങ്ങിക്കിടപ്പുള്ള കുട്ടികളെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവൾ താനാണെന്ന് മിറാണ്ട വിശ്വസിച്ചിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. അതെ, മിറാണ്ട, അതാണ് വിക്ടറുടെ അമ്മ. ഹെൻറി അങ്ങനെ ടാബിയെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ സ്തംഭിപ്പിച്ച് കളഞ്ഞു. ആ മുറി നിറയെ പെയിൻറ്റിങ്ങുകളായിരുന്നു. ടാബി ടൗണിൽ കണ്ട ഓരോ കാഴ്ചകളും, ആ പ്രേതക്കുട്ടികൾ, ലൈറ്റ് ഹൗസ്, ബോയ് ഇൻ വൈറ്റ് എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മിറാണ്ട അവിടെ വരച്ചു വെച്ചിരുന്നു. അതിൽ ജെയ്ഡിൻ്റെ വിഷിൽ വന്ന ഒരു പട്ടാളക്കാരൻ്റെ രൂപം പോലും കാണാം. ഇവിടെ വെച്ച് മിറാണ്ട വിശ്വസിച്ച പോലെ തൻ്റെ നിയോഗം ആ കുട്ടികളെ രക്ഷിക്കുക എന്നാണെന്ന തബീയത്തേക്ക് ഉറപ്പായി. ബോയ്ഡ് തൻ്റെ പോസ്റ്റ് ഓഫീസ് വീട്ടിലേക്ക് എല്ലിസിനെ വിളിപ്പിച്ച് ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നു. രാക്ഷസന്മാരെ തുരത്താൻ ഉപയോഗിക്കുന്ന സംരക്ഷണ കല്ലുകൾ, അത് ആ വിശ്രമ കേന്ദ്രമായ ഗുഹയുടെ കവാടത്തിൽ വെച്ചാൽ അവരെ അവിടെ തന്നെ തളച്ചിടാൻ കഴിയില്ലേ എന്നൊരു ദൗത്യത്തിന് അയാൾ കണക്കുകൂട്ടി. എന്നാൽ ഡോൺ അതിനെ ശക്തമായി എതിർത്തു. വളരെ അപകടമാണത്. ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇനിയും ഒരു ജീവൻ പൊലിയുന്നത് കാണാൻ വയ്യെന്നും ഒന്നിനും എടുത്തു ചാടരുതെന്നും മുന്നറിയിപ്പ് നൽകി. എങ്കിലും ബോയ്ഡ് പിന്മാറിയില്ല. കാരണം ലിയോൻ്റെ മരണം അയാൾ അത്രമേൽ വേട്ടയാടുന്നുണ്ടായിരുന്നു. അയാൾ രാത്രിയിൽ റാണ്ടൽ കഴിയുന്ന ബസ്സിൽ ഒരു രാത്രി കഴിഞ്ഞ് രാക്ഷസന്മാരുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. റാണ്ടലിനോട് ഒരു രാത്രി തൻ്റെ വീട്ടിൽ മാറിക്കിടക്കാൻ പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചതുമില്ല. ഫാത്തിമയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്നതോറും മോശമായിക്കൊണ്ടിരുന്നു. അവൾക്ക് സാധാരണ ഭക്ഷണത്തിന് മണം പോലും സഹിക്കാൻ വയ്യാതെയായി. എന്നാൽ ചവിറ്റുപണിയിൽ കിടക്കുന്ന ചീഞ്ഞ പച്ചക്കറികൾ കാണുമ്പോൾ അവൾ കടങ്ങാത്ത കൊതിയും. ആരും കാണാതെ ഇത് ആർത്തിയോടെ കഴിക്കുന്ന പക്ഷേ ഒരു വൃത കണ്ടു. നമ്മുടെ ടില്ലിമുത്തശ്ശിയില്ലേ, മുന്നേ എലിജിനൊപ്പം കണ്ടത്. അവരും ബസ്സിൽ വന്നാകപ്പെട്ടവരിൽ ഒരാളായിരുന്നു. ഫാത്തിമ ഇത് ആരോടെങ്കിലും പോയി പറയുമോ എന്ന് ഭയന്നപ്പോൾ ടില്ല് നേരെ അവളുടെ അടുത്തേക്ക് തന്നെയായിരുന്നു എത്തിയത്. അവർ ഫാത്തിമയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഗർഭകാലത്തെ ഉത്കണ്ഠ മൂലമാണ് ഇങ്ങനെ ഓരോ തോന്നലെന്നും ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ അവർ തൻ്റെ പക്കലുള്ള ടാരറ്റ് കാർഡുകൾ ചുമ്മാ നേരം പോക്കിനെ എടുത്തു. ഭാവി പ്രവചനം നടത്തുന്ന കാർഡുകൾ. നീ ഒരു വലിയ രാജാവാകുമെന്നും തീയാൽ മരണപ്പെടുമെന്നും നല്ല ചുദ്ധനായ ഒരു മുട്ടക്കുട്ടനോട് ഒരു കാക്കാത്തി പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇവിടെ ടില്ലിമുത്തശ്ശി അത്തരം കാര്യങ്ങൾ കാർഡ് വെച്ച് പറയും. അങ്ങനെ ഇരിക്കെ ഫാത്തിമ തൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ച് ഒരു കാർഡ് എടുക്കാൻ തുനിഞ്ഞതും പൂടത്തിനൊരു കറുത്ത കാക്ക ജനലിൽ ചില തകർത്ത് അകത്തേക്ക് കടന്നു വന്നു. അവിടെ മൊത്തം പരിഭ്രാന്തി സൃഷ്ടിച്ച് ഒരു ലാമ്പിലേക്ക് വന്നിടിച്ച് ചോര ഒലിപ്പിച്ച് മരിച്ചു വീണു. നല്ല ശകരമല്ല. ആ കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞല്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. കെന്നി അങ്ങനെ ക്രിസ്റ്റിയെയും ജെയ്ഡിനെയും ഡെയിലിനെയും വേറെ ചിലരെയും കൂട്ടി അന്നവർ തങ്ങി ആ കുടിൽ പ്രദേശത്തേക്ക് പോയി, അവിടെയുള്ള പച്ചക്കറികളും മറ്റും ശേഖരിക്കാൻ. ജെയ്ഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവനൊന്നും ചെയ്താൽ മാറി നിന്നതേ ഉള്ളൂ. എന്നിട്ട് കൂടുള്ളവരൊക്കെ ചുമ്മാ ആക്ഷേപിച്ചു കൊണ്ടുവരുന്നു. അവിടെ വെച്ചൊന്ന് മുള്ളാൻ പോയ സ്ഥലത്ത് ജെയ്ഡ് ഒരു കാഴ്ച കണ്ടു. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരാളുടെ മൃതദേഹം, അതും കണ്ണിലൂടെ കത്തിയേറിയിട്ടുമുണ്ട്. അതിന് ചുറ്റും കുറേ ചുവന്ന കല്ലുകളും. ജെയ്ഡ് പതി അടുത്തേക്ക് ചെന്നപ്പോൾ ആ മൃതദേഹം പെട്ടെന്ന് കണ്ണു തുറന്നു. ഭയന്നുപോയി ജെയ്ഡ് നിലവിളിക്കുന്നത് കേട്ട് മറ്റുള്ളവരെത്തിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ജെയ്ഡിൻ്റെ ഭ്രാന്ത് മുഖത്താണെന്ന് അവർ കരുതി. അവൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്റ്റി അവനെ തടയാൻ പിന്നാലെ ഓടി. നിർഭാഗ്യവശാൽ വന്യമൃഗങ്ങളെ പിടിക്കാൻ വെച്ചിരുന്ന ഒരു പഴഞ്ചൻ ഇരുമ്പ് കണിയിൽ അവളുടെ കാലകപ്പെട്ടു. മാരകമായി പരിക്കേറ്റ് വേദനകൊണ്ട് അവൾ പൊളഞ്ഞു. കെന്നിയും കൂട്ടരെ ഓടിയെത്തി ജെയ്ഡിനെ തള്ളിമാറ്റി അത് അടിക്കാൻ ശ്രമിക്കവേ അവൻ ആ സമയത്ത് വീണ്ടും ആവശ്യം വന്നു. ഇത്തവണ ആ മനുഷ്യനൊരു തലയോട്ടിൽ നിന്നും രക്തം കുടിക്കുന്ന ഭയാനകമായ കാഴ്ച. ക്രിസ്റ്റി ശാന്തമാക്കാൻ ശ്രമിച്ച് എങ്ങനെയൊക്കെയോ ആ കിണയിൽ നിന്ന് മോചിപ്പിച്ച് അവർ തൊട്ടടുത്തുള്ള കുടിലേക്ക് മാറി. തബീത ഹെൻറിയുടെ വീട്ടിൽ നിൽക്കെ ഒരു പരിചിത ശബ്ദം കേട്ട് വീടിൻ്റെ പിറകിലേക്ക് ചെന്നപ്പോൾ ബോട്ടിൽ ട്രീ. മരത്തിൽ മൊത്തം ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് തൻ്റെ ഭാര്യ മിറണ്ടയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നെന്നും ഇതൊരു കോപ്പിയാണ്, ഒറിജിനലായിട്ട് ഇതുപോലെ ബോട്ടിലുകൾ കെട്ടിയ കുറച്ച് മൈലുകൾക്കപ്പുറമുള്ള ഒരു പാർക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തബീത്തയ്ക്ക് ഇത് അതിശയമായിരുന്നു. അവൾ കയറിയ ഫാറവേ ട്രീയും ഇതുപോലെ അല്ലായിരുന്നോ? അപ്പോൾ ആ ഒറിജിനൽ ബോട്ടിൽ ട്രീയിൽ എന്തെങ്കിലും ക്ലൂ കാണുമെന്നങ്ങനെ ഹെൻറിയുമായി അവരവിടേക്ക് പോകാറിറങ്ങി. ഇവിടെ തബിക്ക് വീണ്ടും ആശങ്ക ഉണ്ടാവുന്നു. താൻ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടോ അതോ എല്ലാം മിലീഷ്യനാണെന്നുള്ള ഡൗട്ട്. കാരണം ഹെൻറിയുടെ കാറിലെ ഡാഷ്ബോർഡിൽ ഒരു ബാൻഡ് കണ്ടു കയ്യിലിടുന്നത്. ഇത് തബീത്തയ്ക്ക് ജിം സമാനമായി പണ്ടൊരിക്കൽ നൽകിയ അതേ കേടുപാടുള്ള ബാൻഡാണ്. മുന്നേ ടൗണിൽ എത്തപ്പെട്ട ശേഷം ഡൈനറിലുള്ള സ്റ്റോറേജ് സ്പേസിലായി ഒരിക്കൽ ഇതേ ബാൻഡ് കണ്ട് അതിശയപ്പെട്ടിരുന്നു.
അതിനുശേഷമാണ് സ്ഥലത്തിൻ്റെ രഹസ്യം കണ്ടെത്താൻ ബേസ്മെൻറ്റ് കുഴിപ്പ് തുടങ്ങുന്നൊക്കെ. ഇപ്പോൾ ഈ ബാൻഡ് ഹെൻറിക്ക് മിറണ്ട സമ്മാനമായി കൊടുത്തതാണെന്ന് നിൽക്കെ മനസ്സ് മൊത്തം താറുമാറായി ഹെൻറിയെ കൊണ്ട് കാറ് നിർത്തിച്ച് ഇതേക്കുറിച്ച് ആർഗ്യ ചെയ്യുമ്പോൾ പൊടുന്നതിന് ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നു. ടാബി കണ്ണു തുറക്കുമ്പോൾ അവളൊരു ആംബുലൻസിലായിരുന്നു. ഹെൻറിക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഒരു പോലീസുകാരുടെ ആക്കമ്പടിയോടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആംബുലൻസ് നിർത്തി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞത്, അറിയില്ല മാഡം, മുന്നിലൊരു മരം വീണ് കിടക്കുന്നു. വാട്ട് ദ ഹെൽ. താബീത്ത് നോക്കുമ്പോൾ കാണാം താൻ ആ നരകത്തിലേക്ക് എത്തും മുന്നേ ഉണ്ടായ അതേ സന്ദർഭം. ആകാശത്ത് കാക്കകളും വട്ടം ചുറ്റി പറക്കുന്നു. ഹെൽപ്പ് ലൈനിൽ സിഗ്നലുമില്ല. ടാബി ആകെ വെപ്രാളം കയറി, തിരിച്ചു പോരുത്, നമുക്കിവിടെ നിൽക്കാം, പോയാൽ മോൺസ്റ്ററുകളുള്ള ടൗണിൽ എത്തുമെന്ന് പുലമ്പിയിട്ടൊന്നും ആരും കൂട്ടാക്കിയില്ല. ആക്സിഡൻ്റ് ഷോക്കെന്ന് കരുതി അവളെ ശാന്തയാക്കാൻ വിലങ്ങ് വെച്ച് ലോക്കാക്കി അവർ വണ്ടി തിരിച്ച് യാത്രയും തുടങ്ങി. രാത്രി ലീവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഇതിനു മുന്നിൽ ഒരു ഫോൺ വീണ്ടും റിംഗ് ചെയ്തപ്പോൾ ഒരു പുരുഷ ശബ്ദമായിരുന്നു. അറിയിപ്പ്, നിന്റെ അമ്മ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് ആംബുലൻസിൽ വരുമെന്ന്. ജിമ്മിനോട് പറഞ്ഞെങ്കിലും ഇത് പൊട്ടം കളിപ്പീരാണെന്ന് ഫോൺ ഒരുങ്ങി മാറ്റി. ഇതേ രാത്രിയാണ് ബോയ്ഡ് റാൻഡലുമൊത്ത് ബസ്സിലിരിക്കുന്നത്. പതിവായി വരാനുള്ള സമയം കഴിഞ്ഞിട്ട് മോൺസ്റ്റേഴ്സിനെ കാണാത്തതായി റാൻഡൽ പറഞ്ഞങ്ങനെ ഇരിക്കെ അതാ ആംബുലൻസ് വരുന്നു. പിന്നാലെ ഈതൻ ചാടിയിറങ്ങി പിന്നാലെ പോകാൻ തുനിന്ന് കണ്ട് ബസ്സിൽ നിന്നിറങ്ങി അവനെ പിടിക്കുമ്പോഴാണ് അതിൽ തബീത്തിനുണ്ടെന്ന് ചെക്കൻ പറയുന്നത്. ഇതോടെ ജിമ്മിനും ടെൻഷനായി പുറത്തു നിൽക്കെ ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു സ്ത്രീ കുറുകെ കിടക്കുന്നതായി കണ്ടു. തബീത്ത് പറയുന്ന വകവയ്ക്കാതെ ആംബുലൻസ് ഡ്രൈവർ സഹായം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പക്ഷേ അത് മോൺസ്റ്റർ ആയിരുന്നു. കഴുത്ത് കീറി കൊലപ്പെടുത്തുന്നതും കൂടേണ്ടതെന്ന് പോലീസുകാരി വെടിവെച്ചെങ്കിലും ഒന്നും പറ്റാതെ അടുത്തു വരുന്നുണ്ട്. അവർ ഭയം നോടി. അർജം പുറജം വെടിവെച്ചുകൊണ്ട് കോളനി ഹൗസിനടുത്തേക്ക് വരുന്ന കണ്ട് അവർ കയറ്റാൻ നിൽക്കെ ഹൗസിലൊരു പെൺകുട്ടിക്ക് അബദ്ധത്തിൽ വെടിയേറ്റു. ഉള്ളിലേക്ക് കയറുമ്പോൾ പെൺകുട്ടി അവശയായി കിടക്കുന്നുണ്ട്. പോലീസുകാരി അബദ്ധം പറ്റിയാണെന്ന് നിൽക്കെ പെൺകുട്ടി അങ്ങ് മരിച്ചും പോയി. ഇതവിടെ വലിയൊരു പ്രശ്നമായി മാറി. താബീത്തെ വീണ്ടും കണ്ടത് ജിമ്മിന് വലിയൊരു ആശ്വാസമായിരുന്നു. കൈവിലങ്ങുള്ളതുകൊണ്ട് ഇറങ്ങാൻ കഴിയാത്തിരുന്ന അവസ്ഥയിൽ റാൻഡൽ അത് പൊട്ടിക്കാൻ ബസ്സിലെ ടൂൾ കിറ്റ് എടുത്തുകൊണ്ട് ചെല്ലവേ അവനെ രാക്ഷസന്മാർ വളഞ്ഞു. അത് ബോയ്ഡിന് എറിഞ്ഞു കൊടുത്ത് തിരികെ ഓടാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് കുറേ സിക്കാഡ പ്രാണികൾ അവനെ വലഞ്ഞു വീഴ്ത്തി. ബോയ്ഡ് ടൂൾ കിറ്റുമായി നേരെ പോയി ജിമ്മിന് നിലയിക്കൊണ്ട് ആംബുലൻസ് എടുക്കാൻ ഭാവിച്ചപ്പോൾ താക്കോലില്ല. നോക്കുമ്പോൾ അതുമായി തൊട്ടടുത്തൊരു മോൺസ്റ്റർ. എന്നാൽ അവർ അറ്റാക്ക് ചെയ്യാതെ നിങ്ങൾ താക്കോല് മേടിച്ചോളൂ, ഞങ്ങൾക്ക് റാൻഡലുണ്ടല്ലോ എന്ന് പറഞ്ഞു നിന്നു. ആ ഒരു നിമിഷത്തിൽ അയാൾക്ക് റാൻഡലിനെ രക്ഷിക്കാനാകാതെ വണ്ടിയും എടുത്ത് പോയപ്പോൾ ഇത് കണ്ട റാൻഡലിനൊരു വലിയ ഞെട്ടലായിരുന്നു. അവൻ ബോയ്ഡിനെ ഉറക്ക വിളിച്ചുകൊണ്ടിരുന്നു ആ നാശങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട്. നേരെ കോളനി ഹൗസിലേക്ക് ചെന്നപ്പോൾ കുറേ ദിവസം കാണാതെ താബീത്തെ വീണ്ടും ജീവനോടെ കണ്ടത് അവിടെ എല്ലാവർക്കും അത്ഭുതവും. അവളാകട്ടെ ആവശ്യമായതുകൊണ്ട് തന്നെ വിശ്രമിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ജിമ്മിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബോയിന് വേണ്ടി തെളിവിട്ടതിലൂടെ ടൗണിൽ നിന്ന് പുറത്തു കടന്നതും കൂടുള്ളത് വിക്ടറിയുടെ അച്ഛനാണെന്നുമല്ല. ഇന്നേരം മുകളിലിരുന്ന എൽജിന് വീണ്ടും ആ കിമോണോ വസ്ത്രം ധരിച്ച ലേഡിയുടെ വിഷനുണ്ടായി. ഇത്തവണ അതവനെ പിന്നാലെ നടത്തിച്ച് സഹായിക്കൂ എന്ന് പറഞ്ഞ അപ്രതീക്ഷയായി. അങ്ങനെ നിൽക്കെയാണ് പുറത്ത് ആംബുലൻസ് താനെ ഓണായി അതിൻ്റെ സൈറൺ മുഴങ്ങുന്നത്. നോക്കുമ്പോൾ റാൻഡൽ അവനെ മോൺസ്റ്റേഴ്സ് കൊല്ലാതെ മുഖത്ത് നല്ല പരിക്കേൽപ്പിച്ചുകൊണ്ട് കിടത്തിയതായിരുന്നു. ബോയ്ഡ് സംഘവും ഇറങ്ങിച്ചെന്നവനെ അകത്തേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ പക്ഷേ റാൻഡലിന് ബോയ്ഡിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അവനെ കൊല്ലാനിട്ട് കൊടുത്തിട്ട് പോകാൻ്റെ കോപം. തീർച്ചയായും ഇത് ബോയ്ഡിന് തലവേദനയുണ്ടാക്കാൻ പോകുന്ന അടുത്ത മാറ്ററാണ്. സേറയും നേരം വിക്ടറിനൊപ്പം ഉണ്ട്. അവൻ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ ടൗണിൽ ആദ്യകാലങ്ങളിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. എല്ലാവരും കൊല്ലപ്പെട്ട ഒരു നശിച്ച രാത്രിക്ക് ശേഷം അന്ന് അവൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അത്രയും പേരെ അടക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ കുറേ വസ്തുക്കൾ, വാച്ച്, സിഗരറ്റ് പാക്കറ്റ് അങ്ങനെ ഓരോന്ന് ഓർമ്മയ്ക്കായി എടുത്തു വെച്ചു. ഇത് സേറെ കാട്ടുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ക്രിസ്റ്റഫറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അവൻ വയലൻ്റായി. വിക്ടറിൻ്റെ ഒരു ഇഷ്ടക്കാരനായിരുന്നു ക്രിസ്റ്റഫർ. അയാൾ എപ്പോഴും ജോളിയായി എല്ലാവരെയും ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചിരിക്കും. എന്നാൽ ഒരു സിമ്പിൾ കാണാൻ തുടങ്ങിയതോടെ സ്വഭാവം മാറി. അതെന്താണെന്നറിയാൻ നടന്ന് ഭ്രാന്തരായി മാറുകയും അങ്ങനെയാണ് എല്ലാവരെയും കൊല്ലുകയും ചെയ്തത്. അയാൾ ജാസ്പർ എന്ന പേരുള്ള ഒരു പാവയോട് സംസാരിക്കുന്ന വിക്ടർ കണ്ടിരുന്നു. ആ പാവയാണ് ക്രിസ്റ്റഫറിൻ്റെ ഓർമ്മയ്ക്കായി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണാനില്ല. അന്ന് സംസാരിച്ചപ്പോൾ ആ പാവയും തിരിച്ച് സംസാരിച്ചതായി അവൻ ഓർത്തെടുത്തപ്പോൾ നിലവിൽ ആ പാവ രാക്ഷസന്മാർ താമസിക്കുന്ന ടണലാണെന്നും അവൻ ജ്ഞാപകം വരുന്നു. ഇവിടെ ഒരു കാര്യം, ജെയ്ഡും ഇതുപോലെ സിമ്പിൾ കണ്ടിട്ടാണ് ഇപ്പോൾ പ്രാന്തുടിച്ച് നടക്കുന്നത്. പ്ലസ് ഈ പറഞ്ഞ പാവ ജാസ്പറിൻ്റെ വിഷനാണ് ജെയ്ഡ് കഴിഞ്ഞ സീസണിൻ്റെ അവസാനം കണ്ടത്. കോളനി ഹൗസിൽ വെടിയേറ്റ് മരിച്ച പെൺകുട്ടിയെ തൽക്കാലത്തേക്ക് ഒരു മുറിയിൽ മൂടിക്കിടത്തി പോകുമ്പോൾ ഫാത്തിമയ്ക്ക് എന്തോ പോലെ അവൾ ആ മുറിവും രക്തമൊക്കെ കണ്ട് ആസക്തി ഉണ്ടായി അത് രുചിക്കാൻ തുടങ്ങുന്നു. പിറ്റേന്ന് നേരം വെളുക്കുന്നതോടെ ഫുഡ് സപ്ലൈസ് ശേഖരിക്കാൻ പോയവർ തിരികെ വരുമ്പോഴാണ് തബീത്ത് തിരികെ എത്തിയത് എല്ലാവരും അറിയുന്നത്. ഇത് കേൾക്കുന്നതും ജെയ്ഡ് അങ്ങോട്ടേക്ക് ഓടുവാണ്. കാരണം അവൾ പറഞ്ഞിട്ടല്ലേ ടണലിലേക്ക് പോയതും സിമ്പിൾ എന്താണെന്ന് കണ്ടുപിടിച്ചതും. പ്ലസ് തബീത്ത് കാണാനുള്ള ആൺകുട്ടികളെ അവരും കണ്ടില്ലേ. ഇത് സംസാരിക്കാൻ ഓടുമ്പോൾ കോളനി ഹൗസിലെത്തുന്ന വിക്ടർക്ക് തൻ്റെ അച്ഛൻ അവിടെ വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നതും എന്തോ ഒരു വിമിഷണം തോന്നി ഓടിപ്പോകുന്നു. പിറകെ സേറയെത്തി സംസാരിക്കുമ്പോൾ അവന് പിതാവിനെ ഫേസ് ചെയ്യാനുള്ള മടിയാണത്. കാലങ്ങൾക്കിപ്പുറം തന്നെ ഇങ്ങനെ കാണുന്നത് അച്ഛന് നിരാശയുണ്ടാക്കുമെന്ന് അങ്ങനെ അറച്ചു നിൽക്കെ വൈകാതെ ആ റിയൂണിയൻ അവിടെ ഉണ്ടാവുന്നു. ഹെൻറി കുറച്ച് ഭേദമായി അവിടേക്കെത്തി പിതാവും മകനും തമ്മിലുള്ള ഒരു സ്നേഹം തുളുമ്പുന്ന നിമിഷം. ടാബിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ രക്ഷപ്പെട്ട് പുറംലോകത്ത് എത്തിയിട്ടും
പോലീസിനോട് തങ്ങളുടെ അവസ്ഥ ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നതിൽ ഫാത്തിമ ഉൾപ്പെടെ പലരും തബീത്തെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നു. കൂട്ടത്തിലുള്ള ഡെയിലാകട്ടെ എന്നാൽ ഈ മാജിക്കൽ മരം എവിടെയാണെന്ന് കാണിക്കാനും ഒന്ന് പരീക്ഷിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ബോയ്ഡ് ഇതിന് ശക്തമായ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഫാറവേ ട്രീ അപകടമാണ്, എവിടെത്തുമെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കൽ താൻ ചെന്നെത്തിയത് ഒരു കിണറ്റിലാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ അബദ്ധം ആരും കാട്ടരുതെന്ന് പറഞ്ഞ് അവിടെ തർക്കമായി ഡെയിൽ ഇറങ്ങിപ്പോകുന്നു. ഒരു വഴി ഒത്തു കിട്ടിയിട്ട് ഇനിയും ഇങ്ങനെ സഹിച്ചിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. വൈകാതെ എല്ലിസ് ഫാത്തിമയുടെ അവസ്ഥ കണ്ടുപിടിക്കുന്നു. അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പഴയ പച്ചക്കറി കഴിക്കുന്നത് കണ്ടുപിടിക്കുന്നതോടെ ഇതെല്ലാം ഏറ്റുപറയുന്ന ഫാത്തിമ തൻ്റെ ഉള്ളിൽ വളരുന്നത് ഏതെങ്കിലും രാക്ഷസനാണെന്നുള്ള ഭയം പ്രകടിപ്പിക്കുന്നു. ആ ഒരു മീറ്റിംഗ് നല്ലോണം പോവാതെ എല്ലാവരും തബീത്തെ കുറ്റപ്പെടുത്തി അവസാനിച്ചപ്പോൾ അവൾ ജെയ്ഡിനെ കൂട്ടി ആ ഫാറവേ ബോട്ടിൽ ട്രീക്കടുത്തേക്ക് എത്തി. അതിൽ നിന്ന് ചില കുറിപ്പുകൾ കണ്ടെത്തിയപ്പോൾ മുന്നേ ബോയ്ഡ് കണ്ടതുപോലെ തന്നെ അതിൽ 4 അക്കങ്ങൾ വീതമുള്ള നമ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്തിനു സൂചിപ്പിക്കുന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല. ഇന്നേരമാണ് ഡെയിൽ അവരെ പിന്തുടർന്ന് ബാണ്ടക്കെട്ടൊക്കെയായിട്ട് അവിടെ എത്തിയത്. ഫാറവേ ട്രീ ഇതാണെന്ന് മനസ്സിലാക്കി ഇരുവരുടെയും എതിർപ്പ് വയ്ക്കാതെ അതിലേക്ക് കടന്നു. എന്നാൽ അവസാനിച്ചത് ഒരു ദാരുണ അന്ത്യത്തിലും. ഡെയിൽ ചെന്നെത്തിയത് ടൗണിൽ തന്നെ ഉപയോഗശൂന്യമായ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭിത്തിയിലായിരുന്നു. അതിൽ പാതി ശരീരം മാത്രം പുറത്തു നിൽക്കുന്ന രീതിയിൽ അയാൾ മരണപ്പെട്ടു. ബോയ്ഡിന് ഈ ഒരു കാഴ്ച കണ്ട് ദേഷ്യം വന്നിട്ട് എല്ലാവരോടും ഷൗട്ട് ചെയ്തു. പറയുന്നത് മനസ്സിലാക്കാനും ഇതുപോലെ അബദ്ധം കാട്ടാതിരിക്കാനും അപേക്ഷിച്ചു. ഇക്കാര്യങ്ങൾ തബീത്തെ അസ്വസ്ഥയാക്കി. താൻ തിരികെ വന്നുകൊണ്ടാണ് ഇങ്ങനെ ദാരുണമായ സംഭവങ്ങൾ നടക്കുന്നതെന്നും എല്ലാവർക്കും പ്രതീക്ഷ നൽകിയതും എല്ലാം തൻ്റെ ഫോൾട്ടാണെന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉറക്കം പോലും ഇല്ലാതെ നിൽക്കെ ജിം ആശ്വാസവാക്കുകൾ പറയുന്നത് തബീത്തെ കൂടുതൽ കുപിതയാക്കുന്നു. മനസ്സിൻ്റെ വേദന മനസ്സിലാക്കാതെ വെറുതെ ആശ്വസിപ്പിക്കുന്നതിനെ ചൊല്ലി ഇരുവരും തർക്കമായി വഴക്കായി അവരുടെ ബന്ധത്തിൽ തന്നെ ഇത് ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. പിറ്റേ ദിവസം വീട്ടിൽ ഈദനുമായി ഇരിക്കുമ്പോഴാണ് തബീത്തെ മുകളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ആ ആങ്കോയി കുട്ടികൾ. അവർ തബീത്തെ ഭയാനകമായി വളയുന്നതും ഈദൻ വിളിച്ച് കണ്ണു തുറക്കുമ്പോൾ ആരുമില്ല. ഫാത്തിമയുടെ പ്രശ്നം എല്ലിസ് ബോയ്ഡിനോട് പറയുന്നതോടെ അവർ ക്രിസ്റ്റിയെ കാണിക്കാൻ തീരുമാനിക്കുന്നു. പോകാനിറങ്ങുന്ന ഫാത്തിമയുടെ ഒരു ഫോട്ടോ എൽജിന് വെറുതെ എടുക്കുന്നുണ്ട്. അവൻ ആ വീട്ടിൽ നീയെടുത്ത് കിട്ടിയ ഒരു പോളറോയിഡ് ക്യാമറയാണത്. ആ ഫോട്ടോ ക്ലിയറായി വരുന്നതും കാണാം അതിൽ ഫാത്തിമയുടെ അടുത്തായി കിമോണോ ലേഡിയും. ഇത് കണ്ടു നിൽക്കെ അവർ അടുത്തേക്ക് വന്ന് പറയുവാണ്, നീ ഫാത്തിമയെ രക്ഷിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാം. എൽജിന് ഇതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഫാത്തിമ ഗർഭിണിയല്ലെന്നും അത് വെറും തോന്നൽ മാത്രമാണെന്നും ക്രിസ്റ്റി പുതിയ ആംബുലൻസിൽ നിന്ന് ലഭിച്ച അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ച് പറഞ്ഞതോടെ ഫാത്തിമ തകർന്നുപോയി. എന്നാൽ തൻ്റെ വീട്ടിലെന്തോ ചലിക്കുന്നുണ്ടെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. വൈകാതെ ചീഞ്ഞ പച്ചക്കറിയോടുള്ള ആസക്തി വീണ്ടും കൂടി കഴിച്ചുകൊണ്ടിരിക്കെ തടയാൻ വന്ന ടില്ലി മുത്തശ്ശിയെ ഫാത്തിമ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ കത്രിക കൊണ്ട് കുത്തിക്കൊന്നു. താനെന്ത് അപരാധമാണ് ചെയ്തതെന്ന് റിയലൈസ് ചെയ്ത് തകർന്നു നിൽക്കെ ഇതുകൊണ്ട് പരിഭ്രാന്തനായ എല്ലിസ് ഫാത്തിമയും കൂട്ടി കാട്ടിലേക്ക് പോയി അവിടെ ഒരു കുടിലേക്ക് ഒളിപ്പിച്ചു. മുന്നേ സേറയെ ബോയ്ഡ് ഒളിപ്പിച്ച അതേ കുടിലിൽ. എന്നാൽ എൽജിൻ അവിടെ എത്തി ഫാത്തിമയെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ മുന്നേ കണ്ട സെല്ലാറിൽ രഹസ്യ നിലവറയിൽ അടച്ചു. കിമോണോ ലേഡി പറഞ്ഞു വെച്ച് ആ കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയൂ എന്ന് എൽജിൻ വിശ്വസിച്ചു. വിക്ടർ ഹെൻറിയും കൂട്ടി ജാസ്പർ എന്ന പാവയെ കണ്ടെത്താൻ ആ ടണലിലേക്ക് പോകാൻ തിരിഞ്ഞു. ഭയപ്പാടിലായിരുന്ന ഹെൻറി തൻ്റെ മകൻ്റെ അപകടയാത്രയ്ക്കൊപ്പം കൂടി. അങ്ങനെ അവർ ടണലിലെ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ അവിടെ കുറേ സാധനങ്ങളും ക്ലോക്കും മറ്റുമൊക്കെ കണ്ടു. ജാസ്പർ എന്ന പാവയെ അവൻ അവിടെ കണ്ടെത്തിയപ്പോൾ ഹെൻറി ഞെട്ടിയത് അവിടെയായി തൻ്റെ ഭാര്യ മിറാണ്ടയുടെ സ്കാർഫ് കണ്ടിട്ടാണ്. ഇത് കണ്ട് ഇമോഷണലായതും അവിടെയുള്ള മോൺസ്റ്റർ ഉണർന്നു. അവരവിടെ നിന്ന് പിന്നെ രക്ഷപ്പെട്ട് നേരെ വിക്ടറിൻ്റെ ട്രെയിലർ താവളത്തിലേക്ക് എത്തി ജാസ്പറിനെ അവിടെ സൂക്ഷിച്ചു. ഈ ജാസ്പർ അന്ന് ക്രിസ്റ്റഫറോട് സംസാരിച്ചതാണെന്നും ഇവൻ സംസാരിച്ചാൽ നമുക്ക് ഈ ടൗൺ എന്താണെന്നും ഈ നാട്ടിലെ ദുരൂഹതകൾക്കെല്ലാം അറുതി വരുത്താൻ കഴിയുമെന്നും വിക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. മറുഭാഗത്ത് ജെയ്ഡ് വനത്തിൽ നിന്ന് കണ്ടെത്തിയ കുപ്പികളിലെ നമ്പറുകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഈ നമ്പറുകൾക്ക് പിന്നിൽ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജെയ്ഡ് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ബോയ്ഡുമായുള്ള ചർച്ചകൾക്കിടയിൽ അയാളൊരു കാര്യം വെളിപ്പെടുത്തി. മുമ്പൊരിക്കൽ സേറയ്ക്കൊപ്പം വനത്തിലൂടെ പോയപ്പോൾ കുപ്പികൾ തൂങ്ങിക്കിടന്ന ഒരു മരം താൻ കണ്ടിരുന്നുവെന്ന്. ഇത് കണ്ട് ജെയ്ഡ് അത്ഭുതപ്പെടുകയും തന്നെ അവിടേക്ക് എത്തിക്കാൻ സ്റ്റീവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്റ്റീവൻ എന്ന് പറഞ്ഞാൽ ബോയ്ഡ് സ്റ്റീവൻസ്. അങ്ങനെ ജെയ്ഡ് അവിടേക്ക് എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മരങ്ങൾ അതിൻ്റെ സ്ഥാനം മാറുന്നു എന്ന് മാത്രമല്ല കാട്ടിനുള്ളിൽ ഇത്തരത്തിൽ കുപ്പികൾ തൂക്കിയിട്ടിരിക്കുന്ന ഫാറവേ ട്രീ അല്ലാതെ മറ്റൊരു സ്ഥലം കൂടി ഉണ്ടെന്ന്. ജെയ്ഡ് അവിടെയുള്ള കുപ്പികളിലെ നോട്ടുകൾ കൂടി ശേഖരിച്ച് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തു. 2 മരങ്ങളിലും തൂക്കിയിട്ടിരുന്ന കുപ്പികളിലെ നമ്പറുകൾ ഒന്ന് തന്നെയാണെന്ന് ജെയ്ഡ് കണ്ടെത്തി. അങ്ങനെ ഈ വിവരങ്ങൾ ടാബിയുമായിരുന്നു വിവരിക്കവേ പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ വെച്ച് ചിത്രത്തിൽ പതിഞ്ഞത്. വനത്തിലെ ആ കുടിൽ ഭാഗത്തുള്ള കുത്തിവെച്ചിട്ടുള്ള കോലങ്ങൾ കണ്ടത് ജെയ്ഡ് വരച്ചിരുന്നു. ഇതിപ്പോൾ കണ്ടതും ടാബി ഞെട്ടിപ്പോയി. കാരണം തൻ്റെ കുട്ടിക്കാലത്ത് കണ്ട സ്വപ്നങ്ങളിൽ ഈ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ വിക്ടറിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല തനിക്കും കുട്ടിക്കാലത്ത് തന്നെ ഈ ടൗണിനെക്കുറിച്ച് സ്വപ്നങ്ങളോടെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നവളിവിടെ തിരിച്ചറിയുകയാണ്. പക്ഷെ അന്ന് ടാബിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല. അങ്ങനെ ജെയ്ഡ് ടാബിയെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ജിമ്മും മറ്റുള്ളവരും അവിടെ പച്ചക്കറികൾ ശേഖരിക്കുന്ന ടൈമായിരുന്നു. ഭാര്യയെ കണ്ടതും ജിം ഓടി വന്ന കാര്യം തിരക്കിലൂടെ അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചും ജിമ്മിനോട് പറഞ്ഞു. കുടിലുകൾക്കടുത്തുള്ള ചുവന്ന പാറക്കൂട്ടങ്ങൾക്കടുത്ത് അവർ പോയി. ടാബിക്ക് തൻ്റെ സ്വപ്നത്തിലെ ഒരു രംഗം ഓർമ്മ വന്നു. താൻ ആ പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എപ്പോഴും.
എന്തോ ഭീകരമായ ഒന്ന് തന്നെയും മറ്റുള്ളവരെയും പിന്തുടരുന്നുണ്ടായിരുന്നു എന്നും അവൾ ഓർത്തെടുത്തു. പക്ഷേ ആ രൂപം വ്യക്തമായി കാണാൻ ശ്രമിക്കുമ്പോഴെല്ലാം ടാബി സ്വപ്നത്തിൽ നിന്ന് ഉണരുമായിരുന്നു. തബീത്ത കുട്ടിക്കാലത്ത് ഈ നഗരം കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ കുടുംബം ഇവിടേക്ക് എത്തിയത് യാദൃശികമല്ലെന്ന് ജെയ്ഡ് വിലയിരുത്തി. ഈ സ്ഥലവുമായി ടാബിക്ക് എന്തോ ഗാഢമായ ബന്ധമാണെന്ന് ജെയ്ഡ് വിശ്വസിച്ചു. ഇതിനിടെ ആംബുലൻസ് വന്ന ആ പോലീസുകാരിയില്ലേ, അക്കോസ്റ്റ, അതാണ് അവരുടെ പേര്. അക്കോസ്റ്റയ്ക്ക് ഈ സ്ഥലവും സാഹചര്യവും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ മനുഷ്യരെല്ലാവരും പ്രതീക്ഷ കൈവിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ യാതൊരു ശ്രമവും നടത്താതെ ഒതുങ്ങിക്കൂടുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ അക്കോസ്റ്റയുടെ ഈ ഒരു ആവേശം കണ്ട് കെന്നി അവളെ നിരുത്സാഹപ്പെടുത്തി. ഇവിടെയുള്ളവരെല്ലാം രക്ഷപ്പെടാൻ പലവട്ടം ശ്രമിച്ചവരാണ്, പക്ഷെ ആരും വിജയിച്ചിട്ടില്ല എന്ന് അവളെ അറിയിച്ചു. സ്വന്തം കുടുംബത്തെ ഇവിടെ നഷ്ടപ്പെട്ട കെന്നിക്ക് ഇപ്പോൾ ഈ നാട് വിട്ട് പോകണമെന്നൊരു ആഗ്രഹമില്ലായിരുന്നു. ഇതിനിടയിൽ ജൂലി തൻ്റെ മാതാപിതാക്കളോ ഇതിനും ഇല്ലാത്തതിനാൽ അവൾ വെറുതെ പുറത്തേക്കിറങ്ങി റാണ്ടലിനെ കാണാൻ പോയി. ഒരിക്കൽ അവൻ മോൺസ്റ്ററിൽ നിന്ന് രക്ഷിച്ചതല്ലേ. ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവൻ ക്രിയേച്ചേഴ്സിൻ്റെ ആക്രമണത്തിലുള്ള പരിക്കിൽ വിഷമത്തിലായിരുന്നു. റാണ്ടലിനെ കൂട്ടി ഒരു റൗണ്ട് യാത്ര പോകാമെന്ന് ജൂലി നിർദ്ദേശിച്ചു. അവനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വാനിൽ കയറി പോവേ, എന്നാൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ റാണ്ടലിന് വീണ്ടും ആ സിക്കാഡോ ചീവീടുകൾ പറന്നു നടക്കുന്ന ഹാലൂസിനേഷൻ ഉണ്ടായി. അവൻ പരിഭ്രാന്തനായി കാറിൽ നിന്നിറങ്ങി വനത്തിലേക്ക് ഓടി. ജൂലി പിന്നാലെ പോയെങ്കിലും അവളെത്തിപ്പെട്ടത് ഒരു ഏൻഷ്യൻ റൂയിൻസിലേക്കായിരുന്നു, മുന്നേ ബോയ്ഡ് എത്തപ്പെട്ട അതേ സ്ഥലം. കൗതുകം തോന്നിയ ജൂലി അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും റാണ്ടൽ വൈകാതെ അവിടേക്കെത്തി അവളെ തടയുകയും തിരികെ പോകാൻ നിർബന്ധിക്കുകയും ചെയ്തു. വിക്ടർ ആ പാവയെ സംസാരിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അതനങ്ങിയില്ല. നിരാശനായ വിക്ടർ സേറയോട് സഹായം തേടി. എന്താ സംസാരിക്കാത്തുള്ള അമർഷത്തിൽ അവൻ വയലൻ്റ് ആവുന്ന സിറ്റുവേഷൻ കണ്ട് തബീത്തയെ വിളിപ്പിച്ചു. അവളടുത്തുള്ളപ്പോൾ വിക്ടറിന് എന്തോ ഒരു കംഫർട്ടുണ്ട്. ശാന്തനാക്കി തബീത്ത വിക്ടറിനെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സഹായിച്ചു. പണ്ട് താൻ ആ പാവ സംസാരിക്കുന്ന കണ്ടത് പള്ളിയിലെ ബേസ്മെൻറ്റിലാണെന്ന് പിടികിട്ടുന്നതും അവരവിടേക്കെത്തി. ആ ബേസ്മെൻറ്റിൽ വെച്ച് വിക്ടറിൻ്റെ മനസ്സിൽ പഴയ കാഴ്ചകൾ തെളിഞ്ഞു വന്നു. അന്ന് ക്രിസ്റ്റഫറോട് സംസാരിച്ചത് സത്യത്തിൽ പാവയല്ല, മറിച്ച് ബോയ് ഇൻ വൈറ്റ് ആയിരുന്നു. ആ കുട്ടിയാണ് ക്രിസ്റ്റഫറോട് ടൗൺ സീക്രട്സ് പറഞ്ഞത്. ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടക്കത്തിലേക്ക് മടങ്ങണം. ഇരുട്ടിൽ ജനിച്ച കുട്ടികൾ കൊല്ലപ്പെട്ടതും ഇരുട്ടിലാണ്. അവരുടെ ശരീരത്തിൽ നിന്നാണ് ടെലിപോർട്ടേഷൻ മരം ഫാറവേട്രി ഉണ്ടായത് എന്ന് പറഞ്ഞതായി വിക്ടറിന് ഓർമ്മ വന്നു. ജൂലിക്ക് ആ റൂയിൻസിലേക്ക് എത്തിയപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തിരുന്നു. അവൾക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അനിയൻ ഈദിനെ കൂട്ടി അവൾ വീണ്ടും ആ റൂയിൻസിലേക്ക് പോയി. അവിടെ വെച്ച് ആ സ്ഥലത്തൂടെ നടക്കവേ പെട്ടെന്ന് അവൾക്ക് വിറയലും അപസ്മാരവും ഉണ്ടായി. എന്നാൽ അവളുടെ മൈൻഡ് ഇന്നേരം മറ്റൊരിടത്തായിരുന്നു, ആ ഡഞ്ചനിൽ. അവളും റാൻഡലും മെരിയലും കെട്ടിയിടപ്പെട്ട നിലയിൽ ഉള്ളൊരു സെല്ലാറായിരുന്നു അത്. എല്ലാവരും നിലവിളിക്കുന്ന കണ്ട് ജൂലിക്കും ഇറിറ്റേഷൻ ഉണ്ടായി. കണ്ണുറന്നപ്പോൾ എല്ലാം അപ്രത്യക്ഷമായി. പകരം തൊട്ടപ്പുറത്തായി കെട്ടിയിടപ്പെട്ട ഒരു വൃദ്ധനെ കണ്ടു, മാർട്ടിൻ. മുമ്പ് ബോയ്ഡിലേക്ക് രക്തം പകർന്ന അതേ ആൾ. അയാൾ ജൂലിയോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു, കിണറിലേക്ക് കയറിട്ട് കൊടുക്കാൻ. അവൾ കയറിട്ട് കൊടുത്തപ്പോൾ അതിലൂടെ രക്ഷപ്പെട്ടത് മറ്റാരുമല്ല, ബോയ്ഡായിരുന്നു. കഴിഞ്ഞ സീസണിൽ ബോയ്ഡിനെ രക്ഷിച്ചത് അപ്പോൾ ജൂലി ആയിരുന്നു എന്നൊരു ഞെട്ടിക്കുന്ന സത്യം ഇവിടെ വെളിവായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ജൂലിയുടെ മൈൻഡ് ഇപ്പോൾ കഴിഞ്ഞൊരു സമയത്തേക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അവിടുന്ന് അവൾ മാറിക്കണ്ടൊരു ടൗണിലേക്ക് നടക്കവേ തബീത്തയുടെ കരച്ചിൽ കേട്ടു. ഒപ്പം കുട്ടികളുടെ ആംഗ്യ ശബ്ദവും. അതെന്താണെന്ന് അറിയും മുന്നേ റൂയിൻസിലേക്ക് കെന്നിയും അക്കോസ്റ്റയും എത്തിയതെ തുടർന്ന് ജൂലിക്ക് ബോധം വീണു. ഇതേസമയം പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത വിക്ടർ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അവനൊരു കോടാലിയും എടുത്ത് ഫാറവേട്രിക്ക് അടുത്തേക്ക് പോയി. മരം വെട്ടാൻ തുടങ്ങവേ പെട്ടെന്ന് ബോയ് ഇൻ വൈറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ട് നിർത്താൻ ആവശ്യപ്പെട്ടു. ആ മരത്തിന് കേടുപാടുകൾ വരുത്തരുതെന്നും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആ കുട്ടി പറഞ്ഞു. വിക്ടർ ആ കുട്ടിയെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ചെക്കൻ പഴയ പോലെ ഒരു ചെറിയ കുട്ടിയല്ല. ക്രിസ്റ്റഫറോട് പറഞ്ഞതുപോലെ ഈ ടൗണിൻ്റെ രഹസ്യങ്ങളും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും തനിക്കും പറഞ്ഞു തരണമെന്ന് വിക്ടർ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടെങ്കിലും മറുപടി നൽകാതെ ആ കുട്ടി അവിടെ നിന്ന് നിശബ്ദനായി നടന്നുപോയി. അതേസമയം ഫാത്തിമയെ തടവിലാക്കിയിരിക്കുന്ന നിലവറയിൽ എൽജിൻ കിമോണോ ലേഡിയുടെ നിർദ്ദേശപ്രകാരം അഴുകിയ പച്ചക്കറികളും അവൻ്റെ തന്നെ രക്തവുമൊക്കെ കുടിക്കാൻ കൊടുത്തുകൊണ്ട് അധിക സമയമെടുക്കാതെ തന്നെ ഫാത്തിമയുടെ വയർ അസാധാരണമാവും വിധം വലുതായി കഴിഞ്ഞിരുന്നു. പ്രസവവേദന കൊണ്ട് പൊളിയുന്ന അവൾ ആ സെല്ലാറിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി നോക്കവേ പെട്ടെന്ന് തറയുടെ അടിയിൽ അവളൊരു രഹസ്യവാതിൽ കണ്ടെത്തി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു മൊമെന്റിൽ കിമോണോ ലേഡി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഫാത്തിമയുടെ വായ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുകയും ചെയ്തു. കാരണം നിലവറയിൽ ഇന്നേരം വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഫാത്തിമ മിസ്സിംഗ് ആണെന്നറിഞ്ഞ് തിരച്ചിൽ നടക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ തേടിയിറങ്ങിയ ജൂലിയും തബിയും ആ ട്രെയിലിനടുത്ത് നിന്ന് പരസ്പരം മനസ്സോർന്ന ദുഃഖം മാറ്റി കെട്ടിപ്പിടിച്ച് നിൽക്കെ ദൂരെ ഒരാങ്കുയിക്കുട്ടി നിന്ന് പിന്തുടരാൻ ആംഗ്യം കാണിക്കുന്നത് ടാബി കണ്ടു. അവൾ വേഗത്തിൽ ആ കുട്ടിയുടെ പിന്നാലെ പോയി എത്തിച്ചിരുന്നത് ആ രഹസ്യ സെല്ലാറിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ വിക്ടറും മിണ്ടായി നിൽക്കുന്നു. അവൻ ഓർമ്മ വന്ന തൻ്റെ കഥ വിവരിക്കാൻ തുടങ്ങി. ബോയ് ഇൻ വൈറ്റും ക്രിസ്റ്റഫർ തമ്മിലുള്ള സംസാരം കേട്ട വിക്ടർ അന്ന് വീട്ടിലെത്തി തൻ്റെ അമ്മയോട്, മിറാണ്ടയോട് ആ കുട്ടികളെക്കുറിച്ചും ഫാറവേ ട്രീയെക്കുറിച്ചും ലൈറ്റ് ഹൗസിനെ കുറിച്ചുമെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് മിറാണ്ട പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. തൻ്റെ അമ്മ മരിക്കാൻ കാരണം താനാണെന്ന് വിക്ടറിന് കുറ്റബോധം വന്നു. ഇത് കേട്ട് ടാബി അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നു. എന്നാൽ അവൾ വിക്ടറിനെ സ്പർശിച്ചതും അവൻ്റെ അമ്മയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചില ഇല്യൂഷൻസ് വന്നു. മിറാണ്ട കാട്ടിൽ വഴിതെറ്റുന്നതും ഒരു മോൺസ്റ്റർ സ്മൈലിയാണ്. അത് വേഗത്തിൽ വന്നവളെ കൊല്ലുന്നതുമായ ഭീകര ദൃശ്യങ്ങൾ കണ്ട് ടാബി പേടിച്ച് നിലവിളിച്ചു.
വിക്ടർ ഉടൻ തന്നെ ടാബിയെ വീട്ടിലെത്തിച്ചു. ടാബി താൻ കണ്ട കാര്യങ്ങൾ ജിമ്മിനോടും ജെയ്ഡിനോടും പറഞ്ഞു. ആ ആൺകുട്ടി കുട്ടികൾ തനിക്ക് നൽകിയ സൂചനയാണ് അതെന്നും അത് ആ മരവുമായി ബന്ധപ്പെട്ടതാണെന്നും ടാബി ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ജെയ്ഡ് ഒരു കാര്യം ഓർത്തെടുത്തു. അവൻ രാക്ഷസന്മാരുടെ ഗുഹയിൽ പോയപ്പോൾ അവിടെയുള്ള പാറകളിൽ കുട്ടികൾ കിടക്കുന്നത് കണ്ടിരുന്നില്ലേ? അവർ മുകളിലെ സീലിംഗിലേക്കാണ് നോക്കിയിരുന്നത്. അവിടെ മരത്തിൻ്റെ വേരുകൾ തമ്മിൽ ബന്ധിക്കപ്പെട്ട് ഒരു പൂർണ്ണമായ ടെലിപ്പോർട്ടേഷൻ മരം രൂപപ്പെട്ടിരുന്നു. ആ സിമ്പിളിൽ കണ്ട പോലെ ബോയിൻ ബൈറ്റ് ക്രിസ്റ്റഫറോട് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അതും. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കുപ്പികൾ വെറും ഒരു അലങ്കാരമല്ലെന്നും ഈ ടൗണിന് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ കംപ്ലീറ്റ് ചെയ്യേണ്ട പസിലുകളാണ് അവയെന്നും ജിം പെട്ടെന്ന് ഊഹിച്ചു. അതേസമയം ടൗണിൽ ബോയ്ഡും എല്ലിസും മറ്റു ചിലരും എൽജിൻ്റെ പെരുമാറ്റത്തിൽ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. എൽജിൻ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. അവരവനെ നിരീക്ഷിക്കാൻ പ്ലാനിട്ടു. അന്ന് എൽജിൻ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഫാത്തിമയെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ബോയ്ഡ് അവനെ വഴിയിൽ വെച്ച് തടഞ്ഞു. എന്നിട്ട് സ്റ്റീവൻ അവനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ എൽജിൻ സത്യം സംഭവിച്ചു. ഫാത്തിമ തൻ്റെ പക്കലുണ്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷേ താൻ ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്നാണ് എൽജിൻ വിശ്വസിച്ചത്. ഫാത്തിമയുടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിച്ചാൽ തങ്ങൾക്കെല്ലാവർക്കും ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ പോകാൻ കഴിയുമെന്ന് അവൻ വാദിച്ചു. എന്നാൽ സേറ ഇതിനെ എതിർത്തു. അത്തരം അമാനുഷിക ശക്തികളെ വിശ്വസിക്കരുതെന്നും മുമ്പ് താനും ഇതുപോലെ വഞ്ചിതയായി സ്വന്തം സഹോദരനെ തന്നെ കൊലപ്പെടുത്തേണ്ടി വന്ന കാര്യം അവൾ അവനെ ഓർമ്മിപ്പിച്ചു. എല്ലിസാകട്ടെ ദേഷ്യത്തോടെ വന്ന് ഫാത്തിമ എവിടെയാണെന്ന് ചൂടായി ചോദിച്ചെങ്കിലും എൽജിൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. എൽജിൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ സ്റ്റീവൻ വീട്ടിൽ പോയി ടോർച്ചർ ബോക്സ് എടുത്തുകൊണ്ട് വന്നു. എൽജിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അയാൾ ഉറച്ചിരുന്നു. മറ്റുള്ളവരെ എതിർത്തിട്ടും സ്റ്റീവൻ അവരെല്ലാം പുറത്താക്കി. അയാൾ എൽജിനെ കെട്ടിയിട്ടിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളെന്നെ കൊന്നതിന് ഞാൻ ഒന്നും പറയില്ല എന്ന നിലപാടിലായിരുന്നു എൽജിൻ. ഇതിൽ പ്രകോപിതനായ ബോയ്ഡ് ഒരു ചുറ്റിക ഉപയോഗിച്ച് എൽജിൻ്റെ കയ്യിലടിച്ചു. അവൻ്റെ അലർച്ച കേട്ട് ആ വഴി വന്ന അക്കോസ്റ്റ ഓടി മുറിയിലേക്കെത്തി. ഇതുകണ്ട് ദേഷ്യപ്പെട്ട അവളെ താഴേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ വിശദീകരിക്കവേ സാറ തനിച്ച് എൽജിൻ്റെ അടുത്തേക്ക് ചെന്നു. തന്നെ ഒരിക്കൽ രക്ഷിച്ച ബോയ്ഡിന് വേണ്ടി അവൾ ചെയ്യാൻ മുതിർന്നത് ഒരു ക്രൂര പ്രവൃത്തിയായിരുന്നു. പുറത്തു നിന്നവർ വലിയൊരു നിലവിളി കേട്ട് ഉള്ളിലേക്ക് ചോടി ചെന്നപ്പോൾ കണ്ടത് ഭീകരമായൊരു കാഴ്ചയും. എൽജിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു. സാറയുടെ ഈ ക്രൂരമായ ഇടപെടലിലൂടെ ഒടുവിൽ ഫാത്തിമ എവിടെയാണെന്ന് എൽജിൻ വെളിപ്പെടുത്തി. ഈ ഒരു സമയമൊക്കെയായപ്പോഴേ ഫാത്തിമയുടെ അവസ്ഥ കൂടുതൽ വഷളായിരുന്നു. ആളുടെ വയറ്റിൽ എന്തോന്നും വല്ലാതെ ചലിക്കുന്നുണ്ടായിരുന്നു. പേടിച്ചുപോയ അവൾ ചില്ലുവർഷം എടുത്ത് തൻ്റെ വയറ്റിലെ ഭ്രൂണത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കിമോണോ ലേഡി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവളെ തടഞ്ഞു. സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഫാത്തിമയുടെ വയറ്റിൽ നിന്ന് ആ ഭ്രൂണത്തെ പുറത്തെടുത്തു. സ്റ്റീവനും എല്ലിസും അവിടേക്ക് എത്തിയപ്പോഴേ എല്ലാം കഴിഞ്ഞിരുന്നു. തറയിലെ ആ രഹസ്യവാതിൽ അപ്പോൾ തുറന്നു കിടക്കുകയായിരുന്നു. കിമോണോ ലേഡി തൻ്റെ കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുപോയെന്ന് ഫാത്തിമ ഭയത്തോടെ പറഞ്ഞു. ഈ സമയങ്ങളിൽ ഫാത്തിമ മനസ്സിലാക്കിയ ടൗണിലെ മോൺസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടുത്തി. അവരൊക്കെ പണ്ട് ഈ ടൗണിൽ ജീവിച്ചിരുന്ന അച്ഛനമ്മമാരായിരുന്നു. അനശ്വരതയ്ക്ക് വേണ്ടി, ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി സ്വന്തം മക്കളെ ബലി കൊടുത്തു. ഇതെല്ലാം കേട്ട് അതിശയിച്ച് നിൽക്കെ അവിടെ ഇനി നിഗൂഢതകളുണ്ടെന്ന് മനസ്സിലാക്കിയ ബോയ്ഡ് ഒട്ടും ഭയപ്പെടാതെ ഒറ്റയ്ക്ക് ആ ടണലിലേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് കുപ്പികളിലെ അക്കങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ ടാബി കഠിനമായി ശ്രമിക്കുകയായിരുന്നു. ജ്യോതിഷവും സംഖ്യാശാസ്ത്രവും ഉപയോഗിച്ച് ആയിരക്കണക്കിന് കണക്കൂട്ടൽ നടത്തിയിട്ടും ജെയ്ഡിനും അതിൻ്റെ പൊരുൾ തിരിഞ്ഞില്ല. എന്നാൽ ജിമ്മിനൊരു ബുദ്ധി തോന്നി. പിയാനോ കീബോർഡിലെ 12 സ്വരങ്ങളെ നോട്ട്സിനെ കുറിച്ചാണ് അവൻ ചിന്തിച്ചത്. ഓരോ നമ്പറും ഒരു മ്യൂസിക് നോട്ടിനെ പ്രതിനിധീകരിക്കുന്നുണ്ടാകാം എന്ന് ജിം പറഞ്ഞു. അത് സത്യമായിരുന്നു. ആ നമ്പറുകൾ മ്യൂസിക്കൽ നോട്ട്സ് ആയിരുന്നു. ജെയ്ഡ് ഉടൻ തന്നെ ആ പേപ്പർ കഷ്ണങ്ങൾ പരിശോധിക്കുകയും അതനുസരിച്ച് ഒരു ഈണം മൂളി നോക്കുകയും ചെയ്തു. താൻ ഇതുവരെ കേട്ടില്ലാത്ത ഒരു വിചിത്രമായ സംഗീതമായിരുന്നു അത്. ഈ സംഗീതം ടെലിപ്പോർട്ടേഷൻ മരത്തിനടുത്ത് പോയി പാടി നോക്കിയാലോ എന്ന് ടാബി നിർദ്ദേശിച്ചു. അങ്ങനെ അവർ 3 പേരും മരത്തിനടുത്തേക്കെത്തി ജെയ്ഡ് ആ സംഗീതം പ്ലേ ചെയ്തു. പെട്ടെന്ന് ദൂരെ നിന്ന് നിഗൂഢരായ കുട്ടികളുടെ പ്രേതങ്ങൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നാൽ ടാബിക്കും ജെയ്ഡിനും മാത്രമേ അവരെ കാണാൻ കഴിഞ്ഞുള്ളൂ. ഒരു കുട്ടി ടാബിയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി എന്ന് പറഞ്ഞു. ആങ്കോയി. ഇത്തവണ ടാബിക്ക് ആ ഭാഷ മനസ്സിലായി. ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. റിമെമ്പർ, ഓർക്കുക. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി. കാരണം അവൾക്കെല്ലാം ഈ ഒരു നിമിഷത്തിൽ ഓർമ്മ വന്നിരിക്കുകയാണ്. പിന്നാലെ ചെന്ന ജിമ്മിനോട് ടാബി ആ സത്യം വെളിപ്പെടുത്തി. തനിക്കും ജെയ്ഡിനും മാത്രം എന്തുകൊണ്ടാണ് കുട്ടികളെ കാണാൻ കഴിയുന്നതെന്നും എന്തുകൊണ്ടാണ് തങ്ങൾ ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നതെന്നും അവൾക്ക് മനസ്സിലായി. ടാബിയും ജെയ്ഡും മുമ്പ് ഈ ടൗണിൽ വന്നവരാണ്, മറ്റൊരു ജന്മത്തിൽ. യഥാർത്ഥത്തിൽ ടബീറ്റ വിക്ടറിൻ്റെ അമ്മയും ജെയ്ഡ് ക്രിസ്റ്റഫറുമാണ്. പണ്ട് ആ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് അവർ ഒരു ലൂപ്പിലെന്ന പോലെ വീണ്ടും വീണ്ടും അവരുടെ ആത്മാക്കൾ പല ജന്മങ്ങളിലായി ഇവിടേക്ക് എത്തിപ്പെടുകയാണ്. ഈ സമയത്ത് സെല്ലാറിലെ ടണലിലേക്ക് ഇറങ്ങിയ ബോയ്ഡ് ഭയാനകമായൊരു കാഴ്ച കണ്ടു. കിമോണോ ലേഡിക്ക് ചുറ്റും മോൺസ്റ്റേഴ്സ് നിൽക്കുന്നു. ലേഡിയുടെ കയ്യിൽ ഫാത്തിമയുടെ വയറ്റിൽ നിന്നെടുത്ത നവജാത ശിശുവിൻ്റെ ഭ്രൂണമുണ്ട്. പെട്ടെന്ന് ആ ഭ്രൂണം ചലിക്കുകയും വലുതാക്കാൻ തുടങ്ങുകയും ചെയ്തു. പൊട്ടി പുറത്തു വന്നപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല. മുമ്പ് ബോയ്ഡ് കൊലപ്പെടുത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത അതേ രാക്ഷസനായി അത് മാറി. ആ സ്മൈലി മോൺസ്റ്റർ. ബോയ്ഡ് ചലിക്കാൻ പോലും കഴിയാത്ത അന്താളിപ്പിൽ ആ ഒരു അടാറ് കാഴ്ച കണ്ട് സ്തബ്ധനായി നിന്നു. കാട്ടിൽ ജിമ്മും ഒപ്പം ടാബിയും ഈ സത്യങ്ങൾ അറിഞ്ഞ് സ്തംഭിച്ച് നിൽക്കുകയാണ്. ജിമ്മിന് എന്തു പറയണമെന്നറിയില്ല.
അയാൾ വളരെ വിഷമത്തോടെ ഒറ്റയ്ക്ക് നടന്നുപോയി ആർവിക്കടുത്തേക്ക് പോയി പൊട്ടിക്കരയുമ്പോഴാണ് ജൂലി നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. പക്ഷെ അവൾക്ക് പെട്ടെന്നൊരു വ്യത്യാസം. മുടിയൊക്കെ മുറിച്ച് ഇതുവരെ കാണാത്ത ഡ്രസ്സിംഗ് സ്റ്റൈലിലാണ് അവൾ എത്തുന്നത്. മുഖത്ത് മുറിഞ്ഞ പാടും. ടൗണിൽ മാറ്റങ്ങൾ സംഭവിച്ചതായും ഇവിടെ നിൽക്കുന്ന ആപത്താണെന്നും ഉടൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അയാൾ കൊല്ലുമെന്നും അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. ജിം കൺഫ്യൂസ്ഡായി നിൽക്കെ അവിടേക്ക് കറുത്ത കണ്ണുള്ള ഒരു നിഗൂഢ വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു, മഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട്. ജിം ഒരു മരക്കഷ്ണം എടുത്ത് തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ അനായാസം ജിമ്മിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കീഴ്പ്പെടുത്തി. രക്ഷിക്കാമെന്ന ജൂലിയെ ദൂരേക്ക് തെറിപ്പിച്ചു. എന്നിട്ട് അയാൾ ജിമ്മിൻ്റെ ചെവിയിൽ ഒരു വാചകം മന്ത്രിച്ചു. നിന്റെ ഭാര്യ ആ കുഴി ഒരിക്കലും കുഴിക്കാൻ പാടില്ലായിരുന്നു ജിം. മുൻപ് കോളനി ഹൗസിൽ വെച്ച് റേഡിയോയിലൂടെ കേട്ട അതേ ശബ്ദമായിരുന്നു അന്ന് ജിം തിരിച്ചറിയുകയാണ്. നോളജ് കംസ് അറ്റ് എ കോസ്റ്റ്. എല്ലാ അറിവുകൾക്കും വില നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ് ജിമ്മിന് പ്രതികരിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ ആ വൃദ്ധൻ തൻ്റെ കൂർത്ത നാഗളം കൊണ്ട് ജിമ്മിൻ്റെ കഴുത്തറുത്ത് നിമിഷ നേരം കൊണ്ട് അയാളെ കൊലപ്പെടുത്തുന്നു. ഈ ടൗണിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അവർ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇതാ വന്നിരിക്കുന്നു പകൽ സമയത്ത് ഇറങ്ങുന്ന ഒരു മോൺസ്റ്റർ. ഒപ്പം അവിടെ കിടന്ന് അലറിക്കരിയുന്ന ജൂലി മറ്റേതോ ടൈമിൽ നിന്ന് വന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മുമ്പൊരു സീസൺ 3 എൻഡിങ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ ഒരു 100 ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ ഇനി എന്ത്? സീസൺ 4. So let's see you with the ultimate pilot episode of നമ്മുടെ From 4. അപ്പോൾ കാത്തിരുന്ന് കാണാം.